ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر أن الله يزجي سحابا ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار. أيها الناس أوصيكم وإياي نفسي أولا بتقوى الله. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളെ ജീവിതത്തിലെമ്പാടും പാലിച്ച് മുവാഹിദായി മുത്തഖിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ഏറെ ഗൗരവത്തിൽ എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഴമേഘങ്ങൾ കനത്തു തുടങ്ങി, ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു തുടങ്ങി. നമ്മൾ ഒരു കാലവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മഴക്കാലം അതിന്റെ സകലവിധ ഹൈറാത്തുകളെയും ബറക്കാത്തുകളെയും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽ വിലമതിക്കാനാവാത്ത അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്, ദൃഷ്ടാന്തമാണ് മഴ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളക്കണക്കിന് ഗുണങ്ങൾ നമുക്ക് മഴ കൊണ്ട് നൽകുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജീവൻ, നമ്മുടെ ജീവിതം അത് ആശ്രയിച്ചിട്ടുള്ളത് വെള്ളത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അംബിയാഇന്റെ 30-ാമത്തെ വചനത്തിൽ നമ്മളോട് പറയുന്നു, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജീവവർഗങ്ങൾക്കും
ജീവൻ നൽകിയിട്ടുള്ളത് വെള്ളത്തിൽ നിന്നാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതം എത്രമാത്രം വെള്ളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത്. നമ്മളോട് ചേർന്ന് എപ്പോഴും ഒരു വെള്ളത്തിന്റെ കുപ്പി ഉണ്ടാകും. സ്കൂളിൽ പോകുന്ന കുഞ്ഞുമക്കൾ, അവരുടെ ബാഗിൽ ഒരു വെള്ളമുണ്ടാകും. ജോലി സ്ഥലത്തേക്ക് പോകുന്ന നമ്മൾ കുപ്പിയിൽ വെള്ളം കരുതി പോകും. വെള്ളമില്ലാത്ത ഒരു ദിവസം നമുക്ക് ആലോചിക്കുക സാധ്യമല്ല. ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ വീട്ടിലെ മോട്ടർ അതൊന്ന് വർക്കല്ലാത്ത ഒരവസ്ഥയിലേക്ക്, എന്തെങ്കിലും ഒരു കേടുപാട് വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള ആ ഒരു വെള്ളത്തിൽ എന്തെങ്കിലും പ്രയാസം സംഭവിച്ചാൽ എത്രമാത്രം നമ്മൾ അസ്വസ്ഥരാകാറുണ്ട്. നമുക്ക് ലഭിക്കുന്ന കുടിവെള്ളം, അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നു, അതോടൊപ്പം തന്നെ കഴുകാൻ ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള വെള്ളത്തിന്റെ ലഭ്യത, ഇത്തരത്തിലുള്ള സ്രോതസ്സുകളിലേക്ക് വെള്ളം നമുക്ക് ലഭിക്കുന്ന നമ്മുടെ കിണറുകളിലേക്ക്, നദികളിലേക്ക്, പുഴകളിലേക്ക്, തോടുകളിലേക്കെല്ലാം വെള്ളം വന്നു ചേരുന്നത് ഈ ഒരു മഴയുടെ സമയത്താണ്. ഭൂഗർഭ ജലാശയങ്ങളിലേക്ക് മഴ വന്നെത്തുന്നതോടുകൂടി അതിലേക്ക് വെള്ളം വന്നെത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിയിടങ്ങൾ ഒരു രീതിയിലും ഒരു നിലക്കും വളരെ വെണ്ണീറായി കിടക്കുന്ന ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫതറൽ അർള ഹാമിദതൻ ഫൈദാ അൻസൽനാ അലൈക്കുമുൽ മാഅ ഇഹ്തസ്സത് വറബത് വംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. മഴ ഭൂമിയിലേക്ക് വരുമ്പോൾ, വറ്റി വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിക്കുകയാണ്. ആ മഴ വർഷിച്ചതിന് ശേഷം അവിടെ നിന്ന് വൈവിധ്യങ്ങളാർന്ന ജീവകണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുളപൊട്ടിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നിലവിലുള്ള കാർഷിക വിപണി അത് നിലനിൽക്കുന്നത് മഴയുടെ അടിസ്ഥാനത്തിലാണ്. ഈർപ്പം നിലനിൽക്കണമെങ്കിൽ, കൃത്യമായ നിലയിൽ നമ്മുടെ കാർഷിക വിളകൾ വരണമെങ്കിൽ മഴയെ ആശ്രയിച്ചാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ജീവവർഗങ്ങളും, മൃഗങ്ങൾ, അവർക്ക് മഴ ലഭിക്കുന്നതോടുകൂടി അവർ വെള്ളം കുടിക്കുന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കാലാവസ്ഥ വളരെ കൃത്യമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. പൊടിപടലങ്ങൾ, അതോടൊപ്പമുള്ള മാലിന്യങ്ങൾ, ഇതെല്ലാം ഭൂമിയിലേക്ക് വരുന്നു. നമ്മുടെ ശ്വാസകോശ സംവിധാനങ്ങൾ ഭംഗിയുള്ളതാകുന്നു, പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. നമ്മുടെ അണക്കെട്ടുകളിലേക്ക് വെള്ളം വരുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിൽ അതിന് കൃത്യമായി പ്രവർത്തിക്കാനുള്ള മഴ ലഭ്യതയോടുകൂടി വെള്ളം കൃത്യമാകുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി അനവധി അനുഗ്രഹങ്ങൾ, ഗുണങ്ങൾ നമുക്ക് മഴ കൊണ്ട് നൽകി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എത്ര മനോഹരമാണ് നമ്മുടെ ദീനിൽ എല്ലാ വിഷയങ്ങളെ കുറിച്ചും, പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചന്ദ്രനെ കുറിച്ചുണ്ട്, സൂര്യനെ കുറിച്ചുണ്ട്, ഗ്രഹണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഴയെ കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന ആയത്തുകൾ നമുക്ക് ഖുർആനിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. 8ഓളം തരങ്ങളിൽ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ വിശേഷണങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നമുക്ക് ഖുർആനിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ കുറിച്ച് പറയുന്നത് മാ എന്നാണ്. സൂറത്തുൻ നഹ്ൽ 16-ാം അധ്യായത്തിലെ 65-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ. ആ മാഇ എന്ന പദം അത് സാധാരണഗതിയിലുള്ള എല്ലാ മഴകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച വാക്ക് മാ എന്നാണ്. രണ്ടാമത് അല്ലാഹു ഉപയോഗിച്ചത് മത്വർ എന്ന പദം നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ അറാഫിൽ വഅംതർനാ അലൈഹിം മത്വറ. 15ഓളം ഇടങ്ങളിൽ നമുക്ക് മത്തുറി എന്ന പദം അള്ളാഹു ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും. ഏതെങ്കിലും നിലക്ക് അള്ളാഹുവിന്റെ ശിക്ഷ മഴയുടെ രൂപത്തിൽ വരുമ്പോൾ അള്ളാഹു ആ മഴയ്ക്ക് ഉപയോഗിക്കുന്ന വാക്ക് മത്തുറി എന്നാണ്.
സ്വയ്യിബ് എന്ന പദം നമുക്ക് സൂറത്തുൽ ബഖറയിൽ കാണാൻ സാധിക്കും. പൊരിച്ചൊരിയുന്ന മഴ, അതിൽ ഇരുട്ടോടുകൂടി, അതോടൊപ്പം തന്നെ അതിൽ ഇടിമിന്നലോടുകൂടി വരുന്ന മഴയെ സൂചിപ്പിക്കാൻ സ്വയ്യിബ് എന്ന പദം ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സഹായമായി ബദറിന്റെ തലേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത മഴയെ സഹായമായി മഴ എന്ന പദം നമുക്ക് ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യമായി വറ്റി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുന്ന മഴയെ അതിന്റെ റഹ്മത്ത് എന്ന പദം കൊണ്ടാണ് വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആറാമതായി വാബിൽ എന്ന പദം സൂറത്തുൽ ബഖറയിലെ 265-ാമത്തെ ആയത്തിൽ അസ്വാബഹ വാബിൽ, കുത്തിച്ചൊരിയുന്ന പേമാരിക്ക് അല്ലാഹു ഉപയോഗിച്ച വാക്ക് വാബിൽ എന്നാണ്. ഏഴാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വല്ല് എന്ന പദം, അവർക്ക് പേമാരി ലഭിച്ചിട്ടില്ല എങ്കിൽ ചെറിയ ഒരു മഴ, ചാറൽ മഴ എന്ന് അള്ളാഹു ഉപയോഗിച്ച വാക്ക് ത്വല്ല് എന്നതാണ്. വദത്ത് എന്ന പദം സൂറത്തുൻ നൂറിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം ആലിപ്പഴത്തിനോട് കൂടെയുള്ള മഴക്ക് അള്ളാഹു ഉപയോഗിച്ച വാക്ക് വദത്ത് എന്നാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമായി ഖുർആനിന്റെ വിവിധ ഇടങ്ങളിൽ മഴയെ സൂചിപ്പിച്ചു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് വളരെ വിശദമായി വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ അറാഫിൽ, വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മഴക്ക് മുമ്പ്, അള്ളാഹുവിന്റെ കാരുണ്യമാകുന്ന മഴക്ക് മുമ്പ് സന്തോഷ വാർത്തയായി കാറ്റിനെ അയച്ചവൻ എന്ന് സൂറത്തുൽ അറാഫിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതാഗത സംവിധാനമാണ് കാറ്റ് എന്നുള്ളത്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് മഴക്കാറുകൾ കൂടുന്നതോടുകൂടി അവിടെ കൃത്യമായ കാറ്റിന്റെ സഞ്ചാരപഥത്തിനനുസരിച്ചാണ് അവിടെ മഴ വർഷിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ 70 മുതൽ 80% വരെ നമ്മൾ മഴയെ ആശ്രയിക്കുന്നത് മൺസൂണുകളിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ മൺസൂൺ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ഈ കാറ്റിലാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. ഉഷ്ണ കാലഘട്ടങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും, ശൈത്യ കാലഘട്ടത്തിൽ കരയിൽ നിന്ന് കടലിലേക്കും സഞ്ചരിക്കുന്ന ഈ ഒരു കാറ്റിലാണ് നമ്മുടെ മഴയുടെ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു കാറ്റില്ല എങ്കിൽ നമുക്ക് അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹം മഴ ചിലപ്പോൾ ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്നുണ്ട്, എൽ നീനോ എന്നും സൂപ്പർ എൽ നീനോ എന്നുമുള്ള പ്രതിഭാസങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലാഹു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് അവതരിപ്പിച്ച് നൽകിയ ഖുർആനിൽ കാറ്റിന്റെ ഗതിയെ കുറിച്ചും അത് എത്രമാത്രം നമ്മുടെ മഴ എന്ന സംവിധാനത്തെയും ബാധിക്കുന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. കാറ്റിനപ്പുറത്തേക്ക് ഓരോ ഘട്ടവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. സൂറത്തുൻ നൂറിലെ 24-ാം അധ്യായത്തിലെ 43-ാമത്തെ വചനത്തിൽ ആമുഖത്തിൽ ഓതി വെച്ച ആയത്തിൽ വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ ഘട്ടവും പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബ, കാർമേഘങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത് നീ കാണുന്നില്ലേ? അലം തറ, കാണുന്നില്ലേ എന്ന ചോദ്യമാണ്. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ വെക്കുന്നത്. പിന്നീട് ആ കാർമേഘങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണക്കുന്നു, ഒരുമിച്ചാക്കുന്നു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാർമേഘങ്ങളെ അട്ടിയട്ടിയായി വെക്കുന്നു. നമുക്ക് ഇന്നത്തെ ശാസ്ത്രം പറയുന്നത് കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒറ്റപ്പെട്ട നിലയിൽ കാർമേഘങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ അതിൽ നിന്ന് മഴ വരികയില്ല, മറിച്ച് അത് ഒരുമിച്ച് ഒരു മാസായി, ഒരു അട്ടിയട്ടിയായി വലിയൊരു കനപ്പെടുമ്പോൾ മാത്രമാണ് മഴ വർഷിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫതറൽ വദ്ഖു യഖ്റുജു മിൻ ഖിലാലിഹി, ആ കാർമേഘത്തിന്റെ ഇടയിൽ നിന്ന് നമുക്ക് മഴ വർഷിക്കുന്നതായി കാണാൻ സാധിക്കും. ഓരോ ഘട്ടവും വളരെ മനോഹരമായി നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് നൽകുന്നു.
നമുക്കിന്ന് വളരെ കൃത്യമായി അത് വായിച്ചെടുക്കാൻ സാധിക്കുന്നു അല്ലെ. നമുക്ക് ആ സൂര്യപ്രകാശം നിമിത്തം നമ്മുടെ ആ ഭൂമിയുടെ ഉപരിയിലുള്ള ആ നമ്മുടെ വെള്ളം, ജലം അത് ഉഷ്ണപ്പെടുന്നു, അതിന് ചൂടേൽക്കുന്നു, ബാഷ്പീകരണം സംഭവിക്കുന്നു. ബാഷ്പീകരിക്കപ്പെട്ട ജലം അത് വാനലോകത്തിലേക്ക് ഉയരുന്നു, പിന്നീട് അത് അവിടെ തണുക്കുന്നു, സങ്കലനം നടക്കുന്നു, അവിടെ നമ്മുടെ കാർമേഘമായി രൂപപ്പെടുന്നു, കാർമേഘങ്ങൾ ഒരുമിക്കുന്നു, അത് മഴയായി ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി അത് ഇറങ്ങുന്നു. പലപ്പോഴും മനുഷ്യർ ഇത്തരത്തിൽ വായിച്ചെടുക്കുമ്പോൾ, ഈ ഒരു സംവിധാനം കുറിച്ച് കൃത്യമായി പഠിക്കുമ്പോൾ ചില ആളുകളെങ്കിലും ഇതെല്ലാം എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇവിടെ ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മഴയുടെ ഓരോ ഘട്ടവും പഠിക്കുന്ന മനുഷ്യർ ഇതിനെ സൃഷ്ടിച്ച ഇതിനെ സൃഷ്ടിച്ച റബ്ബിലേക്ക് തിരിയണം എന്നുള്ള പാഠമാണ് നമുക്ക് മഴയിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്, പഠിക്കാൻ സാധിക്കുന്നത്. ആരാണ് സഹോദരങ്ങളെ ഈ ഒരു നിയമം ഇവിടെ സംവിധാനിച്ചത്? നമ്മുടെ ജലത്തിന് ഈ ഒരു പ്രകൃതം നൽകിയത് ആരാണ്? ആരാണ് കൃത്യമായ ദൂരത്ത് ഈ ഒരു സൂര്യനെ സംവിധാനിച്ചവൻ? ആരാണ് സഹോദരങ്ങളെ? ഭൂമിയെ ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ അത് കൃത്യപ്പെടുത്തിയത് ആരാണ്? ഈ ഒരു മഴ, ആ മഴ വർഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് എന്റെ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയാണ്. നമ്മൾ സൃഷ്ടിച്ച സംവിധായകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ചിന്തയാണ്. മഴ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അല്ലാഹുവിലേക്ക് മാത്രം, അല്ലാഹുവിന്റെ ഏകത്വത്തെ കുറിച്ചാണ്, തൗഹീദിനെ കുറിച്ചാണ്. സൂറത്തുൽ ബഖറയിൽ ആദ്യത്തെ കൽപ്പനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബകുമുൽ ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅ وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ മനുഷ്യരോടായി ആദ്യത്തെ കൽപ്പനയാണ് ഉബ്ദു റബ്ബകുമുൽ ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. വിശദമായ ആ ഒരു ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹുവിന്റെ ഓരോ കാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശ, ഈ ഭൂമിയെ വിരിപ്പാക്കിയവനാണ്, വസ്സമാഅ ബിനാഅ, ആകാശത്തെ എടുപ്പാക്കിയവനാണ്. അതിനുശേഷം പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല വഅൻസല മിനസ് സമാഇ മാഅ, ആകാശങ്ങളിൽ നിന്ന് ഈ ലോകത്തേക്ക് ഭൂമിയിലേക്ക് മഴ വർഷിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, നിർജീവമായ ആ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലവർഗ്ഗങ്ങളിലൂടെ അതിനെ ജീവസുറ്റതയുള്ളതാക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പറയുന്നു ഫലാ തജ്അലു ലില്ലാഹി അൻദാദ, അല്ലാഹുവിന് നിങ്ങൾ സമന്മാരെ കൽപ്പിക്കരുതേ. എന്നാൽ ഈ ഒരു മഴ നമ്മളോട് പറയുന്നത് അല്ലാഹു മാത്രമാണ് ഏകനായ ആരാധ്യൻ, അവനാണ് ഈ ഒരു മഴയെ സംവിധാനിച്ചവൻ അല്ലാഹുവാണ് എന്ന് നമ്മളോട് പറയുന്നു. നമുക്ക് മറ്റൊരിടത്ത് കാണാൻ സാധിക്കും, സൂറത്തുൽ വാഖിയയിൽ കാണാൻ സാധിക്കും, അഫറഅയ്തും മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ ഇത് ആകാശത്ത് നിന്ന് ഇറക്കിയവൻ, അതോ നാമാണോ ഇത് ഇറക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. മഴയെ കുറിച്ച് അല്ലാഹ് പറയുമ്പോ അത് നാമാണ് ഇറക്കിയത്. അല്ലാഹു അൻസല മിനസ് സമാ, അല്ലാഹുവാണ് ഇത് ഇറക്കിയത്. അൻസൽനാ, നാമാണ് ഇത് ഇറക്കിയത് എന്ന് പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ടാണ് മഴയുടെ കാര്യം നമ്മളെ പഠിപ്പിച്ചു നൽകുന്നത്. അതിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ആ ഒരു സന്ദേശം കൃത്യമാണ്. മഴ വരുമ്പോൾ നമ്മൾ റബ്ബിലേക്കാണ് തിരിയേണ്ടത്, റബ്ബിലേക്കാണ് പ്രാർത്ഥിക്കേണ്ടത്, കരങ്ങൾ ഉയർത്തേണ്ടത്. എന്നാൽ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും, നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ, അല്ലാഹു അല്ലാത്ത ആളുകൾ, മഴ നിയന്ത്രിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന പല ആളുകളും, പല പണ്ഡിതന്മാർ, പണ്ഡിത വേഷധാരികൾ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ പ്രഭാഷണങ്ങളിൽ അവർ പറഞ്ഞു വെക്കുന്നത്, ഒരു ഘട്ടത്തിൽ ഒരു മടവൂർ ജീവിച്ച് മരമാടപ്പെട്ട ഒരു മനുഷ്യനോട് ചെന്നുകൊണ്ട് ആവലാതി ബോധിപ്പിക്കുകയാണ്, കല്യാണത്തിന്
ഇവിടെ പന്തൽ വിരിക്കാൻ സാധിക്കുന്നില്ല. വല്ലാത്ത മഴയാണ്, പ്രതിസന്ധി അനുഭവിക്കുന്നു, അവർക്ക് അടുപ്പ് കൂട്ടാനുള്ള സംവിധാനമില്ല. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് മഴ വേണ്ട എന്നാണ്. മഴ വേണ്ട എന്നാണ്. അത്തരത്തിൽ മഴയെ നിയന്ത്രിച്ചു എന്ന് മനുഷ്യരുടെ മനസ്സിലേക്ക്, വിശ്വാസികളുടെ മനസ്സിലേക്ക് പറഞ്ഞു വെക്കുന്ന പണ്ഡിത പുരോഹിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ നിന്നോ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്നോ ഇത്തരത്തിൽ മഴ വേണ്ട എന്നുള്ള ഒരു ആജ്ഞാപിച്ചത് നമുക്ക് കാണാൻ സാധിക്കില്ല. മറിച്ച് അവരെല്ലാവരും അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും മഴയ്ക്ക് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടങ്ങളിലും അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ച ഓരോ ഘട്ടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാചകൻ ഓരോ മഴക്കാറുകൾ കൂടുമ്പോൾ പ്രവാചകൻ ഒരു ഭയമുണ്ടായിരുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയായിരിക്കുമോ ഇത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടിരുന്നു എന്നാണ്. മഴയില്ലാത്ത ഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് മഴയ്ക്ക് വേണ്ടി നേതൃത്വം നൽകി നമസ്കരിക്കണമെന്ന് കൽപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത് എന്നും അവർ കരങ്ങൾ ഉയർത്തി റബ്ബിലേക്ക് പ്രാർത്ഥിച്ചിരുന്നതായാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. എന്നാൽ ഇന്ന് ആളുകളെ പഠിപ്പിക്കുന്നത്, ഈ പണ്ഡിത വേഷധാരികളായ മനുഷ്യരോട് പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായാൽ അവരിലേക്കാണ് നിങ്ങൾ കരങ്ങൾ ഉയർത്തേണ്ടത്, അവരെ തവസ്സുലാക്കിയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള വളരെ വികലമായ വിശ്വാസത്തിലേക്ക് ഈ ഒരു സമൂഹത്തെ കൊണ്ടുപോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് വിശ്വാസികളെ നമ്മൾ ജാഹിലിയ്യത്ത് എന്തായിരുന്നു എന്ന് പഠിക്കേണ്ടത്. മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു ഘട്ടം ഇതാണ്. നമുക്ക് കാണാൻ സാധിക്കും, അവരോട് ചോദിക്കപ്പെട്ടാൽ, മക്കയിലെ ആളുകളോട്, മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകളോട് ചോദിക്കപ്പെട്ടാൽ, വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ ലയഖൂലുന്ന അല്ലാഹ്. അവരോട് ചോദിക്കുകയാണ്, മൻ നസ്സല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് മഴയെ വർഷിപ്പിക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ, അതിനുശേഷം നിർജീവമായി കിടക്കുന്ന ഈ ഭൂമിക്ക് ജീവൻ നൽകുന്നത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആയിരുന്നു എന്ന് പറയും. മഴ വർഷിപ്പിക്കുന്നത് അല്ലാഹു ആണ് എന്ന് പറയുന്നവർ പിന്നീട് എവിടെയാണ് അവർക്ക് പിഴവ് സംഭവിച്ചത്? ഈ മഴയ്ക്ക് വേണ്ടി അല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അവർ അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ പറയുന്നുണ്ടല്ലോ, വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിന് പുറമെ മറ്റ് ആളുകളെ ഔലിയാക്കളായി സ്വീകരിച്ചവർ, സഹായികളായി സ്വീകരിച്ചവർ, മക്കയിലെ മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകൾ, അവർ അവരെ ആരാധിക്കുന്നില്ല, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. ഇന്നും നമ്മുടെ സമൂഹത്തിലെ പല ആളുകളും പറഞ്ഞു വെക്കുന്നത് അതാണ്. നമ്മൾ വളരെ തെറ്റ് ചെയ്ത പാപികളാണ്, അവരെല്ലാവരും മഹാന്മാരായ ആളുകളാണ്, അവർ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളാണ്, ആ അടുത്ത ആളുകളിലൂടെ നമ്മൾ അടുക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇന്ന റബ്ബി ഖരീബും മുജീബ്, തീർച്ചയായും എന്റെ രക്ഷിതാവ് അവൻ എന്നിലേക്ക് ഏറ്റവും അടുത്തവനാണ്, അവൻ എന്റെ വിളിക്കുത്തരം നൽകുന്നവനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കാനായി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്കണം, അവൻ സമീപസ്ഥനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, അവർ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് നമ്മുടെ രക്ഷിതാവ്. നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പിക്കാൻ എന്തിനാണ് സഹോദരങ്ങളെ ഇനി മറ്റൊരു ഇടയാളൻ? എന്തിനാണ് വീണ്ടും അടുപ്പിക്കാൻ ഒരാള്? അതില്ല, അത് വേണ്ട എന്നുള്ള സന്ദേശമാണ് ഇസ്ലാം ജനങ്ങൾക്ക് മുമ്പിൽ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഒരു ഘട്ടങ്ങളിലും അല്ലാഹു അല്ലാത്തവരിലേക്ക്
മഴയുടെ കാര്യം വന്നാലും അല്ലാത്ത വിഷയം വന്നാലും നമ്മൾ കരങ്ങൾ ഉയർത്താൻ പാടില്ല. മറിച്ച് നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, മഴയുടെ പ്രതിസന്ധികൾ വരുമ്പോൾ, മഴ ലഭിക്കാത്ത അവസരം വരുമ്പോൾ നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. ആ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാനുള്ള ഒരു ഘട്ടമാണ് മഴ എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ രീതിയിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന വിശ്വാസികളിലേക്ക് നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒത്തുചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകിച്ച് എന്നോടും ഓർമ്മപ്പെടുത്തുകയാണ്. മഴ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഖുർആനിൽ സവിസ്തരം മഴയെക്കുറിച്ചുള്ള പ്രതിപാദന വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ മഴയും നമുക്ക് നൽകുന്ന ഏറ്റവും പ്രഥമമായ സന്ദേശം അള്ളാഹുവിലേക്ക് നമ്മൾ തിരിയണം എന്നതാണ് നാം പറഞ്ഞു വെച്ചത്. മഴ നമുക്ക് ചില ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ പരീക്ഷണമായും അള്ളാഹുവിന്റെ ശിക്ഷയായും വരുന്നതാണ്. നമുക്കറിയാം, മഴ കൊണ്ട് പ്രയാസപ്പെടുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാം. പ്രത്യേകിച്ച് ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ആളുകൾ മഴ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതോടൊപ്പം തന്നെ സ്കൂൾ തുറന്ന ഒരു സമയമാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മളുടെ ഇടയിൽ ഉണ്ടാകാം. സീസണൽ രോഗങ്ങളുടെ ഒരു സമയമാണ്. പല വിധത്തിലുള്ള പകർച്ചവ്യാധികൾ, ജലജന്യ രോഗങ്ങൾ, ഇതെല്ലാം വരാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് മഴക്കാലം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരിക്കലും ഒരു ഘട്ടത്തിലും നമ്മൾ മഴയെ ശപിക്കരുത് എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മളൊരു യാത്രക്ക് പോകുന്നു, എവിടെയെങ്കിലും കയറി നിൽക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ 2-3 ദിവസമായി നമ്മൾ നനച്ചു വെച്ച നമ്മുടെ വസ്ത്രം അത് ഉണങ്ങി കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോ, മഴ ശക്തമായി പെയ്യുമ്പോ നമ്മൾ നശിച്ച മഴ എന്നുള്ള നിലക്ക് മഴയെ ശപിക്കാറുണ്ട് പല ആളുകളും. ഒരിക്കലും വിശ്വാസി എന്നുള്ള നിലയിൽ അത് പാടില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ മഴയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചവരാണല്ലോ നാം. അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം, നമ്മൾ മഴയെ ശപിക്കരുത് എന്നുള്ളതാണ്. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സമയം, പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സമയം, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച സമയം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഓരോ ഘട്ടങ്ങളിലും പ്രാർത്ഥിക്കാനായി ദിക്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ വളരെ ലളിതമായ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ. 1-2 തവണ പറഞ്ഞാൽ നമുക്ക് കാണാപ്പാഠമാകുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, എല്ലാവരും ഒന്നും പറഞ്ഞു നോക്കൂ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ. നമുക്ക് മഴ പെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ലളിതമായ പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. ഈ മഴ ശക്തമായി നമ്മൾ ഒരു നാശം ഭയക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വൽദിറാബ് വബുതൂനിൽ ഔദിയതി വമനാബിത്തിശ് ശജർ. പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. നീ മഴ ലഭിച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കണം. ശക്തമായ കാറ്റടിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഅഊദു ബിക മിൻ ശർരിഹ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ സുബ്ഹാനല്ലദീ യുസബ്ബിഹു റഅദ ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫത്തിഹി എന്ന പ്രാർത്ഥന നമ്മൾ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ സ്വഹീഹായി വന്ന പ്രാർത്ഥനകൾ, ദിക്റുകൾ നമ്മൾ മഴയുടെ കാലഘട്ടങ്ങളിൽ പതിവാക്കണം. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതുമഴ വന്ന സമയത്ത് പ്രവാചകന്റെ വസ്ത്രം നീക്കി ആ മഴ കൊണ്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് സുന്നത്തായി നമുക്ക് കാണാൻ സാധിക്കും.
അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം, നമ്മൾ ആരാധനകളിൽ ഒരു കാരണവശാലും അലസരായി മാറാൻ പാടില്ല. പ്രത്യേകിച്ച് സുബഹിന്റെ സമയമെല്ലാം കുറച്ചല്പം നേരത്തെയായ ഒരു സമയം കൂടിയാണ്. മഴ ശക്തമായി പെയ്യുമ്പോൾ നമ്മൾ അലസരായി കിടന്നുറങ്ങുന്ന ഒരു സമയം ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് യുവാക്കൾ ഒരു ഫുട്ബോൾ കാലഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. പലപ്പോഴും രാത്രിയിലാണ് ഫുട്ബോൾ മത്സരങ്ങൾ വരുന്നത്. ഇതൊന്നും നമ്മുടെ ഇബാദത്തിനെ ബാധിക്കുന്ന രീതിയിലേക്കായി മാറാൻ പാടില്ല. ഒരിക്കലും നമ്മൾ അലസരായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അഞ്ചാമതായി നമ്മൾ ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ടിരിക്കുക, അള്ളാഹുവിലേക്ക് കൂടുതൽ മടങ്ങുക എന്നുള്ളത് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ഈ ഒരു മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമുക്ക് സാമൂഹികമായും വ്യക്തിപരമായും പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം കണക്കിന് ആളുകളുണ്ട്. നമ്മുടെ അയൽവാസികളിൽപ്പെട്ട ആളുകൾ ഉണ്ടാകാം. അവരെല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കണം. പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നമ്മൾ പെരുന്നാളിന് അല്ലെങ്കിൽ റമദാന് കിറ്റ് നൽകുന്നത് പോലെ നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കിറ്റ് നൽകാൻ സാധിക്കണം. അവരെ കണ്ടെത്തണം. അവരുടെ പ്രയാസങ്ങളിൽ നമ്മൾ താങ്ങായി തണലായി കൂടെ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി സൂചിപ്പിക്കാനുള്ള രണ്ടാമത്തെ വിഷയം, വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും മഴ ഉള്ള സമയങ്ങളിൽ റോഡിൽ കുഴി ഉണ്ടാകാം, തെന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കണം. യുവാക്കൾ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ റീൽസ് എടുത്തുകൊണ്ട് ഷോർട്സ് പോലെയുള്ള സംവിധാനങ്ങൾ കാണിക്കാൻ വേണ്ടി സാഹസികമായ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ടാകും. അതൊന്നും ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ചെയ്യരുത്. പ്രത്യേകിച്ച് വളരെ അപകട സാധ്യതയുള്ള സമയമാണ്. നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ആരോഗ്യം, നമ്മുടെ ഭക്ഷണം നമ്മൾ മൂടിവെക്കണം. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യ രംഗത്ത് നമുക്കറിയാം. ജലജന്യ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ വരുന്നു. ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ പരിസരങ്ങളെല്ലാം ശുദ്ധീകരിക്കണം. ഏതെങ്കിലും നിലക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ, കൊതുക് പടരാനുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ അതെല്ലാം മാറ്റി നമ്മുടെ പരിസരം ശുദ്ധിയാക്കി നമ്മൾ കൊണ്ടുപോകണം. നാലാമത്തെ വിഷയം, അധികാരികൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ പാലിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടങ്ങളിൽ നമ്മൾ ഒരു ടൂറ് പോവുകയോ അല്ലെങ്കിൽ ആ നിലക്കുള്ള സാഹസികമായിട്ടുള്ള യാത്രകൾക്ക് മുതിരുകയോ വെള്ളച്ചാട്ടങ്ങൾ പോലെയുള്ള വശങ്ങളിൽ പോയി പ്രത്യേകിച്ച് അപകടം വരുന്ന രീതിയിലുള്ള ഘട്ടങ്ങളിലേക്കോ നമ്മൾ പോകരുത്. നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ, യെല്ലോ അലേർട്ട് പോലെയുള്ള, റെഡ് അലേർട്ട് പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ഒരു ഘട്ടം, ഈ ഒരു മഴക്കാലം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഹൈറായ നിലയിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ മഴ നൽകി, ഉപകാരപ്പെടുന്ന മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മുടെ ബഷീർ സാഹിബ്, അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട്, സഹോദരങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم انصر من نصر دين محمد صلى الله عليه وسلم. اللهم اعز الاسلام والمسلمين. اللهم اذل الشرك والمشركين. ربنا تقبل منا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. وأقم الصلاة.